വീട്ടിലെ പൂച്ച ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയണം. എന്തു പറ്റി? പൂച്ച നിന്നെ കടിച്ചോ? ഒന്നും പറയണ്ട ചങ്ങായി. ഈ നാശം പിടിച്ച പൂച്ച എന്റെ മൊബൈൽ ഫോൺ നിലത്തിട്ടു. ഡിസ്പ്ലേ മുഴുവൻ എട്ടുകാലി വല പോലെയായി. എന്താ നിന്റെ പൂച്ചയുടെ പേര്? ടൈഗർ. KP ടൈഗർ. ടൈഗറോ? അതെന്താ അങ്ങനെ പേരിട്ടത്? ഇവന്റെ ദേഹം മുഴുവൻ വരകളാണ്, നല്ല മഞ്ഞ വരകൾ. എന്താ ഈ KP? പൂച്ചയുടെ ഇനീഷ്യലാണോ? മുഴുവൻ പേര് പുളിയമ്പറമ്പ് ടൈഗർ. ഇവൻ നമ്മുടെ നാട്ടുകാരനല്ലേ? അത് പോട്ടെ, നീ എങ്ങോട്ട് ഈ പൂച്ചയെ കൊണ്ടുകളയാൻ പോകുന്നത്? നമ്മുടെ മദ്രസയിലെ ബാക്കിലെ തൊടിയിലേക്ക് കൊണ്ടുപോയി കളയണം. അവിടെ ആകുമ്പോൾ അതുമാരുടെ ബാക്കി ഭക്ഷണം കിട്ടും. നീ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു നാട്ടിൽ ഒരു സ്ത്രീ ഒരു പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ അതിനെ കെട്ടിടുകയും അത് ചത്തുപോവുകയും ചെയ്തു. അത് കാരണം ആ സ്ത്രീ നരകത്തിൽ പ്രവേശിക്കുകയുണ്ടായി. നീ പറഞ്ഞത് ശരിയാണ്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് നീ പറ. പൂച്ച ബർക്കത്തുള്ള ജീവിയാണ്, അതിനെ നിന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുക. അപ്പോൾ എന്റെ മൊബൈൽ ഫോണിന്റെ കാര്യമോ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. കൊണ്ടോട്ടിയിലെ മൈദിലേക്ക് പോയിക്കോ, അവിടെ ഇപ്പോൾ നല്ല ഓഫറുണ്ട്. എന്നാ ശരി, നമുക്ക് രാത്രി മദ്രസയിൽ വെച്ച് കാണാം. മദ്രസയിലേക്ക് തൂക്കപാത്രം എടുക്കാൻ മറന്നു പോരുത്. ഞാനിന്നലെ 2 ഗ്ലാസ് കാവ് കുടിച്ചു. ഞാൻ ഇന്നലെ 5 ഗ്ലാസ് കുടിച്ചു. എന്നാ ശരി, അസ്സലാമു അലൈക്കും.